ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ സ്ക്വാഡ്. നമ്മളിന്ന് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കുറച്ച് ന്യൂസും കാര്യങ്ങളും പിന്നെ നാളത്തെ പാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനാണ്. അപ്പോൾ നമുക്കറിയാം നാളെ ഈ നമ്മുടെ റാൻഡർ റിവാർഡ് കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. പിന്നെ 8th മൊബൈൽ ആനിവേഴ്സറി സെലിബ്രേഷൻ. അപ്പോൾ നാളെ ഉണ്ടാവുമോ എന്ന് നമുക്ക് കൺഫേം അല്ല. എന്ന് വെച്ചാൽ മേ ബി നാളെ നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നാളെ എന്നത്തെ പോലെ രാവിലെ തന്നെ ഗെയിം ഓപ്പൺ ആവും. അതിൽ ഇത് സ്പെഷ്യൽ ലോഗിൻ ബോണസായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മാസിമോ ഓഡോയും അതുപോലെ തന്നെ ബെർക്യാമ്പും പിന്നെ അബയാട്ടി, ഈ 3 പ്ലെയേഴ്സ്. അതിലിപ്പോൾ ചിലപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഫ്രീ സ്പിൻ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് കോൺട്രാക്ട് ടിക്കറ്റ് ആവാം, സെലക്ഷൻ കോൺട്രാക്ട് ടിക്കറ്റ് ആവാം. എന്നിരുന്നാലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് റൂമേഴ്സ് മീൻസ് ഇത് പറയുന്ന ഏകദേശമൊക്കെ കൺഫേം ആകുന്ന ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയതാണ്. മിക്കവാറും ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയർ നമുക്ക് 7th ആനിവേഴ്സറി നമുക്ക് ബെക്കൻ ബോറിനാണ് കിട്ടിയത്. ബെക്കൻ ബോറിന് നമുക്ക് അത് സ്പിന്ന് വഴിയായിരുന്നു, എന്തായാലും കൺഫേം ആയിരുന്നു. ചിലർക്ക് ആദ്യം കിട്ടി, ലാസ്റ്റ് കിട്ടി, ചിലർക്ക് ലെക്ക് പോയിരുന്നു. എന്നിരുന്നാലും നമുക്ക് കൺഫേം ആയ പ്ലെയറിനെ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നാളെ ഈ പാക്കും കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. നാളെ പുതിയ ക്ലബ് പാക്ക് വരുന്നത് യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സാണ്. അത് ഓൾറെഡി ആഡ് ചെയ്തതാണ്, കൺഫേം ആണ്. ഗുള്ളിറ്റിൻ്റെ ഒരു ഡീപ് പ്ലേയിങ് ഫോർവേഡ് ഫിനോമിനൽ ഫിനിഷിങ്ങോട് കൂടിയ ഒരു ഫോർവേഡ് കാർഡാണ് വരുന്നത്. ഡീപ് പ്ലേയിങ് ഫോർവേഡ് ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നത്. മുന്നേ വന്നിരുന്ന ഹോൾ പ്ലെയറും ക്രിയേറ്റീവ് പ്ലേ മേക്കറൊക്കെ ആയിരുന്നു. ഒരുപാട് പൊസിഷനിൽ കളിക്കാൻ പറ്റിയൊരു പ്ലെയറാണ് ഗുള്ളിറ്റ്. നമുക്ക് ഗെയിമിൽ തന്നെ ഇത്രയും പൊസിഷൻ കളിക്കാവുന്ന വേറെ പ്ലെയേഴ്സ് റെയറായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. ഒന്ന് ഗുള്ളിറ്റാണ് അതിൽ. അതാ CB ആയിട്ട് വരെ വേണേൽ നമുക്ക് ട്രെയിൻ ചെയ്യാം. ഒരു 106 CBക്ക് പോകുന്ന ഓവറോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചുമ്മാ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, വിങ് ബാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ പൊസിഷനിലും ഏകദേശം കളിപ്പിക്കാൻ പറ്റും. പൊസിഷൻ ബൂസ്റ്റർ അവിടെ നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് ആവുമെന്ന് അറിയില്ല. ഏതായാലും പ്ലെയർ വന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, ഈ കോയിൻ ഇതിനു വേണ്ടി സ്പിൻ ചെയ്ത് പാക്ക് കറക്കുന്നവരുണ്ടെങ്കിൽ പറയുക. ഇതാണ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പീഡുണ്ട്, ആക്സലറേഷൻ ഉണ്ട്, 87 ഫിനിഷിങ് വരുന്നുണ്ട്, ഡ്രിബ്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ റിബറിയുടെ ഒരു കാർഡാണ്. റിബറിയുടെ മുന്നേ ഒരു കാർഡ് വന്നിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, വന്നിരുന്നു. ലെഫ്റ്റ് വിങ് തന്നെ വന്നിരുന്നു. സിംഗിൾ ബൂസ്റ്റർ വന്നിരുന്നു, ബേണ്ട തന്നെ വെർഷൻ. പിന്നെ നമുക്ക് ഫ്രീ കാർഡ് എല്ലാവർക്കും കിട്ടിയിരുന്നു, AMF. അത് ഏജ് ആയിട്ടുള്ള കാർഡായിരുന്നു. ഇത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല കാർഡായിരിക്കും. OP ലെവൽ അട്രിബ്യൂട്ട് ഉണ്ട്, സ്പീഡുണ്ട്, ആക്സലറേഷൻ ഉണ്ട്, ഡ്രിബ്ലിംഗ്, ബോൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിനിഷിങ് 86 വരുന്നുണ്ട്, പാസിംഗ് ഉണ്ട്. എന്നിരുന്നാലും നല്ലൊരു കാർഡാണ്. എന്നുവെച്ചാൽ പ്രോളിഫിക് വിങ്ങറാണ് പ്ലേയിങ് സ്റ്റൈൽ വരുന്നതെന്ന് തോന്നുന്നു. അതെ, പ്രോളിഫിക് വിങ്ങറാണ് വരുന്നത്. പിന്നെ റൗളാണ്. റൗളും നമുക്കറിയാം റയൽ മാഡ്രിഡിൻ്റെ വെർഷനാണ് വരുന്നത്. AMF ഹോൾ പ്ലെയർ ആയിട്ടാണ് വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു OP ലെവൽ അട്രിബ്യൂട്ട് തന്നെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഫോർവേഡായിട്ട് കളിപ്പിക്കും. ലെഫ്റ്റ് വിങ്, LMF, SS, AMF, ഈ പൊസിഷനെല്ലാം കളിപ്പിക്കാം. ഒരുപാട് പൊസിഷനുണ്ട് ഈ പ്ലെയറിനും. ആക്സലറേഷൻ ഉണ്ട്, സ്പീഡ് അത്യാവശ്യമുണ്ട്, പിന്നെ ഡ്രിബിളിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഫിനിഷിങ് 85 വേണം. നമുക്ക് കസ്റ്റം ചെയ്ത് കൂട്ടാൻ വേണമെങ്കിൽ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഈ 3 പ്ലെയേഴ്സിൻ്റെ പാക്ക് നാളെ ഏകദേശം കൺഫേം ആണ്. യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് ഇത് 100% കൺഫേം ആണ് നാളെ. അപ്പം പിന്നെ വരുന്നതെന്ന് വെച്ച് നോക്കിയാൽ നാളെ ഇപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് ചിലപ്പോൾ എൻകൗണ്ടർ സ്റ്റാർ, അതായത് പഴയ വീക്കും പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ആകാം വീണ്ടും വരുന്നത്. എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം ഇത് മെയിൻ്റെനൻസ് ഇല്ല നാളെ, അതുകൊണ്ട് ചിലപ്പോൾ പഴയ വീക്കാകും. ചിലപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്ലെയേഴ്സ് തന്നെ വരാം. അതേതായാലും കൺഫേം അല്ല. അതേതാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നോക്കാനാണെങ്കിൽ പാക്കും ചിലപ്പോൾ മാനേജർ പാക്ക് വരാൻ സാധ്യത. എന്ന് വെച്ചാൽ മൗറീനിയോയുടെ പാക്ക് നാളെ എക്സ്പയർ ആവുകയാണ്, നാളെ തൊട്ട് കഴിയും. അപ്പം ചിലപ്പോൾ മേ ബി ഒരു പാക്കും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അത് മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലേറ്റ് ആവാം, നാളെ വരലുണ്ടാവില്ല, ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവാം. പിന്നെ ഈ ഫുട്ബോൾ ഷോപ്പിൽ മേ ബി ഏതെങ്കിലും പ്ലെയേഴ്സ് ആഡ് ചെയ്യാമെന്ന്, അത് റൂമറാണ്, നമുക്ക് കൺഫേം അല്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ എല്ലാം ശ്രദ്ധിക്കുക, ഈ കോയിന് ആരെങ്കിലും ഇത് കളിച്ച് തീർക്കാണെങ്കിൽ അത് തീർക്കുക. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.